നമസ്കാരം. പ്രധാന വാർത്തകൾ. LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയ പാലക്കാട് നഗരസഭയിലെ മൂത്താൻതറയിൽ BJP പണം വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതായി ആരോപണം. നഗരസഭയിലെ 50-ാം വാർഡിൽ സംഭവിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനവും ജനാധിപത്യത്തോടുള്ള അവഹേളനവുമെന്ന് VK ശ്രീകണ്ഠൻ MP. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന കോൺഗ്രസ് ആരോപണം തള്ളി BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് മത്സരിച്ചാലും BJP ജയിക്കുന്ന വാർഡിൽ പണം വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ലെന്ന് വിശദീകരണം. ഒറ്റപ്പാലം നഗരസഭയിൽ നിർദ്ദേശകന്റെ വ്യാജ ഒപ്പിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി പരാതി. നിർദ്ദേശകന്റെ വ്യാജ ഒപ്പ് 12-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി സമർപ്പിച്ച പത്രികയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരചിത്രം വ്യക്തം. പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായതോടെ ഷൊർണൂർ നഗരസഭയിൽ 35 വാർഡുകളിലായി ആകെ 108 സ്ഥാനാർത്ഥികൾ. ഇനി പ്രചരണാവേശത്തിന്റെ തീപാറും ദിനങ്ങൾ. തൃശൂരിൽ തിയേറ്റർ ഉടമയെയും ഡ്രൈവറെയും വെട്ടിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത് ഒല്ലൂർ സ്വദേശിയുടെ നേതൃത്വത്തിലെന്ന് പോലീസ്. കൊട്ടേഷൻ നൽകിയത് പ്രവാസി വ്യവസായിയെന്നും സൂചന. ഷൊർണൂർ ടൗണിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് MDMAയുമായി 3 യുവാക്കൾ പിടിയിൽ. കേച്ചേരിയിൽ 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അറസ്റ്റിൽ. എരുമപ്പെട്ടിയിൽ വീടിന്റെ ടെറസിലേക്കുള്ള ഗോവണിയിൽ നിന്ന് വീണ് വയോധികന് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. പാലക്കാട് നഗരസഭ 50-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പണം വാഗ്ദാനം ചെയ്ത് പത്രിക പിൻവലിപ്പിക്കാൻ BJP ശ്രമിച്ചതായി ആരോപണം. കോൺഗ്രസ് സ്ഥാനാർത്ഥി K രമേശിന്റെ വീട്ടിലെത്തി 3 പ്രാദേശിക BJP നേതാക്കൾ പണം വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മര്യാദകളും മാനദണ്ഡങ്ങളും BJP ലംഘിക്കുകയാണെന്ന് രമേശിന്റെ വീട്ടിലെത്തിയ VK ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാൽ പണം നൽകാമെന്ന് പ്രാദേശിക BJP നേതാക്കൾ വാഗ്ദാനം ചെയ്തെന്നാണ് സ്ഥാനാർത്ഥിയുടെ ആരോപണം. 50-ാം വാർഡിൽ നിങ്ങളുടെ ഭർത്താവും പിന്നെ BJP സ്ഥാനാർത്ഥി മാത്രമേ മത്സരിക്കുന്നുള്ളൂ. ഭർത്താവ് പിന്മാറാൻ പറയണം. പിന്മാറിയാൽ വേറെ മത്സരാർത്ഥിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ BJPക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞിട്ട് പോയി. അപ്പോൾ കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു, ഗണേശൻ പറഞ്ഞ അത്ര പേര് പറഞ്ഞത്. പുള്ളിക്കാരനാണ് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്താ സഹായം വെച്ച് ചെയ്യാം, പിന്മാറാൻ പറയൂ, രാവിലെ ഞാൻ വിളിക്കാം, ഭർത്താവ് വന്നിട്ട് നിങ്ങൾ അനുസരിക്കുമല്ലോ, അനുസരിച്ചിട്ട് എന്താ സഹായം വെച്ചാൽ അത് ചെയ്തുതരാമെന്ന് പറഞ്ഞു വരും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാനാണ് BJP ശ്രമിച്ചതെന്ന് രമേശിന്റെ വീട്ടിലെത്തിയ VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. പരാതിയെ തുടർന്ന് പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭ 50-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. നിലവിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് ഇവിടെ മത്സരം. പണം വാഗ്ദാനം ചെയ്ത് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പകൽ പോലെ സത്യമാണ്. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഈ നീക്കത്തിന് ശക്തമായി ഞങ്ങൾ തടയും. അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നത്തെ 11 മണിക്ക് ഇലക്ഷൻ കമ്മീഷന് രേഖാമൂലം പരാതി കൊടുക്കും. FIRന്റെ പകർപ്പ് കിട്ടിയിട്ടില്ല. അത് കിട്ടിയ ഉടനെ പരാതി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് മൂത്താൻതറ 50-ാം വാർഡിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും അവിടെ BJP ജയിക്കുമെന്ന് പാർട്ടി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. അത്രയും വലിയ ശക്തി കേന്ദ്രത്തിൽ ആരെയും പണം നൽകി പിൻവലിപ്പിക്കേണ്ട കാര്യമില്ലെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. 50-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം BJPക്കില്ലെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. കഴിഞ്ഞ തവണ കോൺഗ്രസിനും CPMനും ഇവിടെ ലഭിച്ചത് ആകെ 120 വോട്ടാണ്. BJPയെ ഏകപക്ഷീയമായി വിജയിപ്പിക്കുന്ന വാർഡാണിത്. ഇവിടെ യാതൊരു ഇടപാടും നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടട്ടെ എന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് വിരളിപൂണ്ട അവസ്ഥയിലാണ്. ഇത്തരം ആരോപണങ്ങൾ അതിന്റെ ഭാഗമാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. പ്രാദേശിക നേതാക്കൾ വീട് കയറുന്നത് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായാണ്. ആ വീട്ടിൽ മാത്രമല്ല, വാർഡിലെ എല്ലാ വീടുകളിലും ഇവരെത്തിയിട്ടുണ്ടെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. പാലക്കാട് MP ബോധപൂർവം വാർത്ത സൃഷ്ടിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. ഈ 50-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPMും 2 പാർട്ടിയും കൂടെ ചേർന്ന് അവർക്ക് ലഭിച്ചത് ഒരാൾക്ക് 53-54 എന്താണ്, ഒരാൾക്ക് 74 എന്താണ്, 120 വോട്ടാണ് 2 പാർട്ടിക്കും കൂടെ ചേർന്ന് ലഭിച്ചിരിക്കുന്നത്.
BJPക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്ന 1100-ലധികമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെ ആളുകളെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നില്ല. ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് BJPയെ നിങ്ങൾ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇനി ഇവർക്ക് ഇത്ര വലിയ ഇതുണ്ടെങ്കിൽ ഇനി ശ്രീകണ്ഠനല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി വരെ 50-ാം വാർഡിൽ നിന്ന് മത്സരിച്ചാലും BJP ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള മത്സരാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. 35 വാർഡുകളിലായി ആകെ 108 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. നേരത്തെ 157 പത്രികകളായിരുന്നു സമർപ്പിച്ചിരുന്നത്. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. ഇത്തവണ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുന്നത് ആകെ 108 സ്ഥാനാർത്ഥികൾ. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെയാണ് സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായത്. നേരത്തെ 157 പത്രികകൾ സ്വീകരിച്ചതിൽ 151 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇതിൽ 43 ഡമ്മി സ്ഥാനാർത്ഥികൾ പത്രികകൾ പിൻവലിച്ചതോടെയാണ് 108 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് വന്നത്. 35 LDF, 34 UDF, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, 2 SDPI സ്ഥാനാർത്ഥികൾ, ഒരു SDPI സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നിങ്ങനെയാണ് 108 സ്ഥാനാർത്ഥികൾ. 35 വാർഡുകളിലേക്കാണ് ഇത്തവണ മത്സരം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭയിൽ നിർദ്ദേശകന്റെ വ്യാജ ഒപ്പിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒറ്റപ്പാലം പോലീസിനും ഇത് സംബന്ധിച്ച പരാതി കൈമാറി. ഒറ്റപ്പാലം നഗരസഭയിലെ കിഴക്കേക്കാട് 12-ാം വാർഡ് BJP സ്ഥാനാർത്ഥി സമർപ്പിച്ച പത്രികയിലാണ് നിർദ്ദേശകന്റെ വ്യാജ ഒപ്പുള്ളത്. അതേ വാർഡിലെ വോട്ടറായ കരുവാരത്തൊടി വീട്ടിൽ മണികണ്ഠനെ നിർദ്ദേശകനാക്കി കാണിച്ചാണ് BJP പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇത് തന്റെ അറിവോടുകൂടിയല്ലെന്നും താൻ ഇത്തരത്തിലൊരു പത്രികയിൽ ഒപ്പിട്ടിട്ടില്ലെന്നും കാണിച്ചാണ് നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന ആവശ്യവുമായി മണികണ്ഠൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒറ്റപ്പാലം പോലീസിനെയും സമീപിച്ചിട്ടുള്ളത്. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് CPM നേതാക്കളും പ്രതികരിച്ചു. നഗരസഭയിലെ 12-ാം വാർഡിൽ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകൻ കരുവാരത്തൊടി മണികണ്ഠൻ എന്നാണ് ആ പട്ടികയിലെ 25-ാം ക്രമനമ്പറിൽ ഉള്ള മണികണ്ഠന്റെ പേരാണ് കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മണികണ്ഠൻ ഈ ഒപ്പിട്ടതോ നിർദ്ദേശം ചെയ്തതോ മണികണ്ഠൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ BJPയുടെ പ്രവർത്തകർ വ്യാജ ഒപ്പിട്ട് ആയിട്ടാണ് നമ്മുടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്നത്. നിയമപരമായി അത് കോടതിയിൽ പോവാൻ മണികണ്ഠനും മണികണ്ഠന്റെ കൂടെ പാർട്ടിയും തയ്യാറായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായിയിൽ UDF തിളക്കമാർന്ന വിജയം നേടുമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLA-യുമായ CP മുഹമ്മദ്. പിണറായി വിജയന്റെ ഭരണത്തിൽ അടിച്ചേൽപ്പിച്ച ജീവിതഭാരത്തിൽ ജനം പൊറുതിമുട്ടുകയാണെന്നും CP മുഹമ്മദ് പറഞ്ഞു. കോട്ടായിൽ സംഘടിപ്പിച്ച UDF മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന് കോട്ടായി പഞ്ചായത്തിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ പറ്റിയ സാഹചര്യമാണെന്നും പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ അടിച്ചേൽപ്പിച്ച ജീവിതഭാരത്താൽ ജനം പൊറുതിമുട്ടുകയാണെന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതിനോടുള്ള പ്രതികാരമായി ജനം UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLA-യുമായ CP മുഹമ്മദ് പറഞ്ഞു. കോട്ടായിൽ UDF മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവിചാരിതമായി സ്ഥാനാർത്ഥിയായി മാറിയപ്പോൾ ഞാൻ ചെയ്തത്, ഞാൻ അവിടുത്തെ ജനങ്ങളെയും വോട്ടർമാരെയും പഠിച്ചു. അവിടെയുള്ള വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം കാര്യമായിട്ട് ഭയമായിരുന്നു. നമുക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ പോലും അത് പരസ്യമായി പറയുവാനോ നമുക്ക് വേണ്ടി പോളിംഗ് ബൂത്തിൽ വന്ന് നാലാളറിയെ വോട്ട് ചെയ്യാനോ തയ്യാറുള്ളത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടായി ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ രാജകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P ബാലൻ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ K സോമകുമാരൻ, കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ, NK ശശിധരൻ, KV രാധാകൃഷ്ണൻ, INTUC നേതാവ് ഉണ്ണികൃഷ്ണൻ, രാമചന്ദ്രൻ നായർ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സന്ദീപ്, ജില്ലാ പഞ്ചായത്ത് കോട്ടായി ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആതിര,
ബ്ലോക്ക് പഞ്ചായത്ത് പുളിനെല്ലി ഡിവിഷൻ സ്ഥാനാർത്ഥി സെറീന, ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി രമേശ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 2015 മുതൽ 2020 വരെയുള്ള ഷൊർണൂർ മുനിസിപ്പൽ LDF ഭരണത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന അഡ്വക്കേറ്റ് പി നിർമ്മല ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. മഞ്ഞക്കാട് 32ാം വാർഡിലാണ് മത്സരിക്കുന്നത്. പാർട്ടിയിലെ ഒരു വ്യക്തിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് തന്നെ തഴഞ്ഞതെന്നും വാർഡിലെ ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും പി നിർമ്മല പറഞ്ഞു. 2015 മുതൽ 2020 വരെയുള്ള ഷൊർണൂർ മുനിസിപ്പാലിറ്റി LDF ഭരണത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിരുന്നു അഡ്വക്കേറ്റ് പി നിർമ്മല. എന്നാൽ ഇത്തവണ LDFിൻ്റെ മത്സര ചിത്രത്തിലില്ല. മഞ്ഞക്കാട് 32ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇവർ മത്സരരംഗത്തുണ്ട്. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന നിർമ്മല കർഷക സംഘം ഏരിയ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. പരുത്തിപ്പുറ CPM ബ്രാഞ്ച് കമ്മിറ്റിയിലായിരുന്നു ഇവർ. ഇപ്പോഴാകട്ടെ 2 വർഷമായി അംഗത്വമില്ലെന്നാണ് നിർമ്മല പറയുന്നത്. വാർഡിൽ 25 വർഷമായി പൊതുപ്രവർത്തന രംഗത്തുണ്ട്. പരമാവധി വികസന പ്രവർത്തനങ്ങൾ 2015-20 കാലയളവിൽ തനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നിർമ്മല പറയുന്നു. ഇത്തവണ മത്സരിക്കണമെന്നായിരുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പാർട്ടി തന്നെ തഴഞ്ഞതാണെന്നും നിർമ്മല പറയുന്നു. വാർഡിലെ ജനങ്ങൾ തനിക്കൊപ്പമുണ്ടെന്നും വിജയിക്കുമെന്ന വിശ്വാസം തനിക്ക് ഉറപ്പായും ഉണ്ടെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി നിർമ്മല പറഞ്ഞു. 32ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. 25 വർഷമായിട്ട് ഞാൻ ആ വാർഡിൽ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് എനിക്ക്. പിന്നെ അവർക്കും ആവശ്യം എന്നെപ്പോലെ ഒരാൾ വേണം ഈ വാർഡ് കൗൺസിലറായി വരാനുള്ളതാണ്. അങ്ങനെ നമ്മളുടെ ഒരു പ്രവർത്തന രീതി അങ്ങനെയാണ്. അതുകൊണ്ടാണ്. മുമ്പ് അപ്പോൾ ഏതൊക്കെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ടേമിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പിന്നെ അതിന് മുൻപ് ഞാൻ CDSൻ്റെ കമ്മിറ്റി അംഗമാണ്. 2000 മുതൽ ഞാൻ കുടുംബശ്രീയിൽ പ്രവർത്തിച്ചു വരുന്നതാണ്. CPMൻ്റെ എന്തെങ്കിലും അംഗത്തുണ്ടോ? CPMൽ ബ്രാഞ്ചിൽ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ കർഷക സംഘത്തിൻ്റെ ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് ജനങ്ങളിലാണ് വിശ്വാസം. ജനങ്ങൾ എന്നെ ജയിപ്പിക്കും എന്നുള്ളത് നല്ല പരിപൂർണ വിശ്വാസമുണ്ട്. 2 വാളും പരിചയവുമാണ് ചിഹ്നം. ചുമരെഴുത്തുകളോ ഫ്ലക്സ് ബോർഡുകളോ ഒന്നും വാർഡിൽ പ്രചരണത്തിനായി ഉപയോഗിച്ചിട്ടില്ല. വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥന മാത്രം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ രാഗം തിയേറ്റർ ഉടമ സുനിലിനെയും ഡ്രൈവറെയും വെട്ടിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. എറണാകുളത്ത് നിന്നും തൃശൂരിൽ നിന്നുമായാണ് ഇവരെ പിടികൂടിയത്. ഒല്ലൂർ സ്വദേശി സിജോയുടെ നേതൃത്വത്തിലാണ് കൊട്ടേഷൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊട്ടേഷന് പിന്നിലെന്നാണ് സൂചന. 3 ലക്ഷം രൂപയ്ക്ക് സിജോയ്ക്ക് പ്രവാസി വ്യവസായിയാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രവാസി വ്യവസായിയെ കണ്ടെത്തുന്നതിനായി കസ്റ്റഡിയിലുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും കൊട്ടേഷൻ സംഘം ആക്രമിച്ചത്. 6 പേരാണ് കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്നത്. 2 ഇന്നോവ കാറുകളിലായാണ് സംഘം എത്തിയത്. വെളപ്പായിൽ സുനിലിൻ്റെ വീടിന് മുന്നിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന സംഘം വടിവാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. സുനിലിൻ്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ടൗണിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും MDMAയുമായി 3 യുവാക്കൾ പിടിയിലായി. കൊപ്പം മണ്ണേങ്കോട് ചിരങ്കര വീട്ടിൽ മുഹമ്മദ് ഷിബില, ഒറ്റപ്പാലം തോട്ടക്കര അന്തിപ്പാട്ട് വീട്ടിൽ സിബിൻ ഹെഫിക്, പെരിന്തൽമണ്ണ എരവിമംഗലം കരുവാൻ വീട്ടിൽ KP ഫസൽ എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ പുലർച്ചെ ഷൊർണൂർ ടൗണിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിരോധിത മയക്കുമരുന്നായ 2.1 ഗ്രാം MDMA യുവാക്കളിൽ നിന്നും പിടികൂടിയത്. ലഹരി ഉപയോഗിക്കുന്നതിനു വേണ്ടി ഇവർ സ്വകാര്യ ലോഡ്ജിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ ASI K അനിൽകുമാർ, N ഷംസീർ, സന്ദീപ്, K കമൽ, ഷൊർണൂർ പോലീസിലെ SI K മോഹൻദാസ്, ASI രവി, A നിഷാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് എന്നിവരാണ് അന്വേഷണ സംഘം. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി ഒറീസ സ്വദേശിയെ തൃശൂർ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. 30 വയസ്സുള്ള ചന്ദ്രകാന്ത് സമലാണ് പിടിയിലായത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഒറീസ സ്വദേശി 30 വയസ്സുള്ള ചന്ദ്രകാന്ത് സമലിനെ അറസ്റ്റ് ചെയ്തത്.
ഒറീസയിൽ നിന്ന് പ്രതി കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നുണ്ടെന്ന് ലഹരിവിരുദ്ധ സ്ക്വാഡിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. രാവിലെ 11 മണിയോടെ കേച്ചേരിയിൽ ബസ്സിറങ്ങിയ പ്രതിയെ കഞ്ചാവ് ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൈദ്യപരിശോധനയുൾപ്പെടെ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും മേഖലയിലെ യുവാക്കൾക്കിടയിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ ചന്ദ്രകാന്ത് സമലെന്ന് പോലീസ് പറഞ്ഞു. കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ മേഖലയിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും ലഹരിവിരുദ്ധ സ്ക്വാഡ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരിയിൽ ബസ് അപകടത്തിൽ 12 പേർക്ക് പരിക്ക്. തൃശൂർ ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ചിറയത്ത് ബസ്സാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടമായ ബസ് പാതയോരത്തെ പുലിമരത്തിലിടിച്ചായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ വീടിന്റെ ടെറസിലേക്കുള്ള ഗോവണിയിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. കങ്കാളത്ത് വീട്ടിൽ 65 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ടെറസിൽ നിന്ന് കൈവരിയില്ലാത്ത ഗോവണിയിലൂടെ ഇറങ്ങുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നുവെന്ന് കരുതുന്നു. അപസ്മാര രോഗിയാണ് ചന്ദ്രൻ. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ചന്ദ്രനും ഭാര്യ ജയയും മാത്രമാണ് ഇവിടെ താമസം. ജയ രാവിലെ ജോലിക്ക് പോയതായിരുന്നു. ചന്ദ്രൻ രാവിലെ ടെറസിനു മുകളിൽ നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. ചന്ദ്രൻ താഴെ വീണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളത്ത് CPIM ലോക്കൽ കമ്മിറ്റി KP രാമകൃഷ്ണൻ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. CPM വാണിയംകുളം പുലാച്ചിത്ര ബ്രാഞ്ച് കമ്മിറ്റി അംഗവും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്നു KPR എന്നറിയപ്പെട്ടിരുന്ന KP രാമകൃഷ്ണൻ. CPM വാണിയംകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് KP രാമകൃഷ്ണനെ അനുസ്മരിച്ചത്. വാണിയംകുളം EK നായനാർ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലത്ത് സർക്കാർ ജീവനക്കാരായിട്ടുള്ള സഖാക്കൾ, അവർക്കാണല്ലോ ശമ്പളവും വരുമാനമൊക്കെ ഉള്ളത്. ഞങ്ങളാണെങ്കിൽ അന്ന് ഡിവൈഎഫ്ഐ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാവരും ആരും തൊഴിലുള്ളവരല്ല, എല്ലാവരും ഏതാണ്ട് മുഴുവൻ പ്രവർത്തകരാണ്. അപ്പോൾ യാത്രാ ചെലവിലും ഭക്ഷണ ചെലവിലും മറ്റത്യാവശ്യ കാര്യങ്ങൾക്കും ഒക്കെയായി സ്ഥിരമായി സമീപിക്കുക താലൂക്ക് ഓഫീസിലൊക്കെയുള്ള NGO യൂണിയന്റെ നേതാക്കളായിട്ടുള്ള സഖാക്കൾ. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് വക്കീലന്മാരായിട്ടുള്ള ദുർഗാദാസ് അടക്കമുള്ള വക്കീലന്മാരായിട്ടുള്ള സഖാക്കൾ. അപ്പൊ അങ്ങനെ സമീപിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളോടെല്ലാം വല്ലാത്ത നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിരുന്ന നേതാക്കളിൽ ഒരാളാണ് സുഗാന്തി. സാധാരണ നിലയിൽ യുവജന പ്രവർത്തകരെ കാണുമ്പോൾ അവരെടുപ്പവും ബന്ധവും പ്രകടിപ്പിക്കുക മാത്രമല്ല. ഏരിയ കമ്മിറ്റി അംഗം K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. KP സുധീർ, K ഭാസ്കരൻ, K കൃഷ്ണകുമാർ, ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, M ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരി തടുക്കശ്ശേരി കണ്ടുപാറക്കുണ്ട് ബാലശാസ്ത്ര ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഭജന മണ്ഡപ സമർപ്പണം നടന്നു. ഗുരുസ്വാമി AS മന്നാടിയാർ ഉദ്ഘാടനം ചെയ്തു. രാമൻ ജപിക്കണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പാറ പുറത്ത് കിടക്കുന്ന ഒരു കല്ല് എടുത്ത് അവിടെ വെച്ചു വീണു. ഇത് അവിടെ അയ്യപ്പസ്വാമിയാണ്. നാളെ മുതൽ വർഷം തിരികെ വെച്ച് നിങ്ങൾ കുട്ടികൾ ഈ ശ്രദ്ധയെടുത്ത് ജപിക്കണം എന്ന് പറഞ്ഞു എന്നാണ് കഥ. ശരിയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ എൻ്റെ പൂർവികന്മാരായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അങ്ങനെ മനസ്സിലാക്കിയതാണ്. അത് ഈ പ്രദേശത്ത് രാധാകൃഷ്ണൻ ഭാഷ അങ്ങനെ രണ്ടുപിടിക്ക് ചെറുതായിട്ട് നാലുഭാഗം വെട്ടിക്കല്ലും പിടിച്ച് വളച്ച് തിറ്റിയത് തീ വെച്ച് കൊടുത്തിരുന്നു. ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രതയും തെളിയിച്ചു. ക്ഷേത്രം സെക്രട്ടറി MN രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് റിട്ടയർഡ് SP KP വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി.
മുൻ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഫെബിൻ റഹ്മാൻ, നാഗംകുളങ്ങര ക്ഷേത്രം ട്രസ്റ്റി MK ബാലകൃഷ്ണൻ, ശങ്കരമംഗലം ക്ഷേത്ര ട്രസ്റ്റി രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്ര സ്ഥലം നൽകിയ ചന്ദ്രൻ, ദിവാകരൻ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് MP ഹരിനാരായണൻ സ്വാഗതവും KB ബാബു നന്ദിയും പറഞ്ഞു. രാവിലെ താരാപ്രവീൺ അവതരിപ്പിച്ച സോപാന സംഗീതം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ബാബു ആശാനും സംഘവും അവതരിപ്പിച്ച കാണിപ്പാട്ടും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. നവംബർ 30 വരെയാണ് സപ്താഹയജ്ഞം നടക്കുക. ബ്രഹ്മശ്രീ പയ്യന്നൂർ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരിയാണ് മുഖ്യയജ്ഞാചാര്യൻ. ഇടമന വാദ്യാർ ഈശ്വരൻ നമ്പൂതിരി, ലീല അന്തർജനം, G മഹാലക്ഷ്മി എന്നിവർ സഹ ആചാര്യന്മാരാണ്. ഞായറാഴ്ച വൈകിട്ട് ആചാര്യന്മാരെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് മണ്ണൂർ രാജകുമാരൻ ഉണ്ണി, ഡോക്ടർ സദനം ഹരികുമാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. സപ്താഹയജ്ഞം സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് NP അഷ്ടമൂർത്തി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സദനം ഹരികുമാർ, NP നാരായണൻ നമ്പൂതിരി, K അരവിന്ദാക്ഷൻ, കൃഷ്ണൻകുട്ടി, മേൽശാന്തി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജയശ്രീ അഷ്ടമൂർത്തി സ്വാഗതവും ഗിരീഷ് പലാരി നന്ദിയും പറഞ്ഞു. വൈകിട്ട് കലവറ നിറയ്ക്കൽ, ദീപാരാധന, ഭാഗവത മഹാത്മ്യപാരായണം, പ്രഭാഷണവും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് രുക്മിണി സ്വയംവരം. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവത്തിന് നവംബർ 26 കൊടിയേറും. 2 കൊടിമരങ്ങളുള്ള അപൂർവ ക്ഷേത്രമായ തിരുവാലത്തൂരിലെ കാർത്തിക വിളക്ക് ഡിസംബർ 4 നടക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. താന്ത്രിക വിധിപ്രകാരം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന തിരുവാലത്തൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കാർത്തിക മഹോത്സവത്തിൽ നിത്യേന 2 നേരം അന്നദാനവും കഥകളി, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, തോൽപ്പാവക്കൂത്ത് എന്നിവയും നടക്കും. 10 ദിവസവും ക്ഷേത്രത്തിലെ 2 മൂർത്തികളെയും ആറാട്ടിന് എഴുന്നള്ളിക്കും. കാർത്തിക വിളക്ക് ദിവസം നെയ്വിളക്കാണ് ക്ഷേത്രത്തിലെ പ്രത്യേകതയെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു മതിൽക്കെട്ടിനകത്ത് 2 കൊടിമരത്തോടു കൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രം അപൂർവമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പണ്ട് കാലം മുതൽ തന്നെ അന്നദാനത്തിന്റെ പ്രാധാന്യം കാരണം വ്യവസായം, കൃഷി വകുപ്പുമായി തിരുവാലത്തൂർ ഗ്രാമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് കാലക്രമേണ ക്ഷയിച്ചു പോയെങ്കിലും ഞങ്ങൾ കമ്മിറ്റി എടുത്ത ശേഷം ദിവസവും ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന 10 ദിവസവും 3 നേരവും പ്രസാദം ഇട്ട് കൊടുത്തുകൊണ്ട് ഉച്ചയ്ക്കും വൈകിട്ടും വൈകുന്നേരവും കൊടുത്തു വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് 10,000-ൽ പരം കരിവിളക്കുകളാൽ അലങ്കരിക്കപ്പെട്ട ഈ ക്ഷേത്രം 10 ദിവസവും ദീപപ്രഭയാൽ തെളിഞ്ഞു നിൽക്കും. കാർത്തിക ദിവസം നെയ്വിളക്കായിട്ടാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. സെക്രട്ടറി V ജയരാജ്, ജോയിന്റ് സെക്രട്ടറി A അനീഷ് കുമാർ, CG സുനിൽ, K വിശ്വംഭരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റുലി സ്കൂളുകളിൽ കലാകായിക പഠനം സർക്കാർ നിർബന്ധമാക്കിയിരിക്കുന്നു. അധ്യാപകരുടെ ക്ഷാമം നിലനിൽക്കെ ഇത് എത്രമാത്രം പ്രായോഗികമാണ്? 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ കലാകായിക വിദ്യാഭ്യാസത്തിനായി നിശ്ചയിച്ച പീരീഡുകളിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശം പാലിക്കാൻ സ്കൂളുകൾക്ക് കഴിയുമോ? മാറ്റുലിയിലേക്ക്. നിലവിൽ സ്കൂളുകളിലും മറ്റും കായിക താരങ്ങളും കലാപരമായ വാസനയുള്ള കുട്ടികളും ഉണ്ട്. എന്നാൽ കായിക അധ്യാപകരോ മറ്റോ ഇല്ല. അതുമാത്രമല്ല, അധ്യയന പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ഇല്ലാതിരിക്കെ സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സത്യത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിയമനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനങ്ങളും മാത്രമാണ്. അതിൽ കവിഞ്ഞൊന്നും ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് സത്യം. കായിക അധ്യാപകർ വിദ്യാലയങ്ങളിൽ ആവശ്യമുള്ളത് തന്നെയാണ്. അതേപോലെ കായിക സംസ്കാരവും അതുപോലെ തന്നെ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കേണ്ടതും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പൊടുന്നനെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്രയും കായിക അധ്യാപകർ ഒഴിവുണ്ടെന്നും അവരെ നിയമിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്നും പറയുന്നതിൽ ഒരു തെരഞ്ഞെടുപ്പ് അഴിമതി ഉണ്ടോ എന്ന് പലരും സംശയിക്കാം. അപ്പോൾ
ഇത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തായാലും ഇത്തരം ഒരു നിർദ്ദേശം വന്നതും സർക്കാർ അതിന് തയ്യാറാണെന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കിയതും ശരിയായ ജനാധിപത്യ മര്യാദയല്ല. നിർബന്ധമാക്കണ്ട, അത് അവർ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരെ വളർത്തിയെടുക്കുക. അത് കലാരംഗത്ത് കായിക രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും ആ ഒരു മത്സരമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ നമുക്കത് സ്പോർട്സിനാണെങ്കിലൊക്കെ വളർത്താൻ പറ്റുള്ളൂ. കുട്ടികളെ വളർത്തിയെടുക്കുക വേണ്ടത്. നിർബന്ധമാക്കിക്കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കടം തീർക്കാൻ വേണ്ടി ചെയ്യില്ല. അവരെ മാനസികമായും ശാരീരികമായും ഉള്ള ആരോഗ്യത്തെ സംരക്ഷിക്കാനൊക്കെ അതൊരുപാട് ഉപകാരപ്പെടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയ പാലക്കാട് നഗരസഭയിലെ മൂത്താൻതറയിൽ BJP പണം വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതായി ആരോപണം. നഗരസഭയിലെ 50-ാം വാർഡിൽ സംഭവിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനവും ജനാധിപത്യത്തോടുള്ള അവഹേളനവുമെന്ന് VK ശ്രീകണ്ഠൻ MP. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന കോൺഗ്രസ് ആരോപണം തള്ളി BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് മത്സരിച്ചാലും BJP ജയിക്കുന്ന വാർഡിൽ പണം വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ലെന്ന് വിശദീകരണം. ഒറ്റപ്പാലം നഗരസഭയിൽ നിർദ്ദേശകന്റെ വ്യാജ ഒപ്പിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി പരാതി. നിർദ്ദേശകന്റെ വ്യാജ ഒപ്പ് 12-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി സമർപ്പിച്ച പത്രികയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരചിത്രം വ്യക്തം. പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായതോടെ ഷൊർണൂർ നഗരസഭയിൽ 35 വാർഡുകളിലായി ആകെ 108 സ്ഥാനാർത്ഥികൾ. ഇനി പ്രചരണാവേശത്തിന്റെ തീപാറും ദിനങ്ങൾ. തൃശൂരിൽ തിയേറ്റർ ഉടമയെയും ഡ്രൈവറെയും വെട്ടിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത് ഒല്ലൂർ സ്വദേശിയുടെ നേതൃത്വത്തിലെന്ന് പോലീസ്. കൊട്ടേഷൻ നൽകിയത് പ്രവാസി വ്യവസായിയെന്നും സൂചന. ഷൊർണൂർ ടൗണിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. കേച്ചേരിയിൽ 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അറസ്റ്റിൽ. എരുമപ്പെട്ടിയിൽ വീടിന്റെ ടെറസിലേക്കുള്ള ഗോവണിയിൽ നിന്ന് വീണ് വയോധികന് ദാരുണാന്ത്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.